ഹസ്ബൻഡിന് എന്താ ജോബ്? ഹസ്ബൻഡിന്റെ ജോബ് ഗവൺമെന്റ് ജോലിയാണ്. ചേച്ചി യൂട്യൂബ് ചേച്ചിയെ കുറിച്ച് എന്തോ നെഗറ്റീവ് അടിക്കുന്നുണ്ട്. അടിക്കട്ടെ, നന്നായിട്ട് അടിക്കട്ടെ. എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യും, ഇനിയും ചെയ്യും. പറയുന്നവരവിടെ പറയുക. നിങ്ങൾക്ക് ആർക്കും ദോഷം വരുന്ന ഒരു കാര്യം ഞാൻ ചെയ്യില്ല, അത്രേ ഉള്ളൂ. ഇവരുടെ ഒറ്റ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പൈസ വേണം. അതായത് ആ പ്രോഡക്ട്സ് പ്രൊമോഷന് കൊടുക്കുന്ന ഡീലേഴ്സ് ഇവർക്ക് നല്ലൊരു എമൗണ്ട് കൊടുക്കും, ആ പൈസ വേണം. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. തുടക്കത്തിൽ തന്നെ 2-3 ചോദ്യങ്ങളാണ് എൻ്റെ പ്രിയപ്പെട്ട എന്നെ കാണുന്ന പ്രേക്ഷകരോട്. മൈ വേ ബൈ കല്യാണി അവരുടെ ഫാൻസ് ഉണ്ടോ? നിങ്ങൾ അവരുടെ ഫാൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളും കാണുക. അതോടൊപ്പം തന്നെ എന്നെ കാണുന്ന ഈ പ്രേക്ഷകർ, വ്യൂവേഴ്സ് ആയിട്ടുള്ള നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ബ്യൂട്ടി വ്ളോഗർ, ഏറ്റവും നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന ബ്യൂട്ടി വ്ളോഗർ ആരും? ഇനി അടുത്തൊരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഏതെങ്കിലും ബ്യൂട്ടി വ്ളോഗർ പറഞ്ഞിട്ടാണോ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള മേക്കപ്പ് സാധനങ്ങളൊക്കെ വാങ്ങുന്നത്? ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ബ്യൂട്ടി എന്ന് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ മനോഭാവത്തിൽ എന്താണ് സൗന്ദര്യം? വെളുത്ത നിറമാണോ, അതോ ഈ പുറത്ത് തേക്കുന്ന ചായം കൂട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്നതാണോ? എന്തിനാണ് ഈ സംഭവങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്? ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നു. നിങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക. ഇനി ഇതുവരെ നിങ്ങളുടെ മുഖത്തോ മറ്റുള്ള സംഭവങ്ങളോ ഇങ്ങനെ ഒരു തരത്തിലുള്ള കോസ്മെറ്റിക് ഐറ്റംസ് ഉപയോഗിക്കാത്ത ആൾക്കാരാണെങ്കിലും അതും കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് നേരെ സ്ട്രൈറ്റ് ആയിട്ട് കാര്യത്തിലേക്ക് വരാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സോഷ്യൽ മീഡിയക്കകത്ത് കുറച്ചധികം ആൾക്കാർ എനിക്ക് അയച്ചെന്നൊരു കാര്യമാണ്, മൈ വേ ബൈ കല്യാണി എന്ന് പറയുന്ന ഒരു ഫാമിലി വ്ളോഗറാണ്. അവരുടെ ഡേ ഇൻ മൈ ലൈഫ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഫീഡിലേക്ക് വരാറുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഇച്ചിരി നമുക്കിപ്പോൾ അവരുടെ സംസാര ശൈലിയും അവർ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ കണ്ടിരിക്കാനൊക്കെ, സത്യം പറഞ്ഞാൽ അവരുടെ ആ വ്ളോഗിങ് സ്റ്റൈൽ, ആ ഒരു ടൈപ്പ് ഓഫ് വീഡിയോ ഒക്കെ അടിപൊളിയാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, എക്സലൻ്റ് ആണ് മൈ വേ ബൈ കല്യാണി. നിങ്ങൾ കല്യാണി എന്ന് പറയുന്ന സുഹൃത്തെ നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു വീഡിയോ സ്റ്റൈൽ, നിങ്ങളുടെ ആ ഒരു എടുക്കുന്ന ഒരു രീതിയൊക്കെ പക്കയാണ്. ലക്ഷക്കണക്കിന് രൂപ അത് കാരണം അവർ സമ്പാദിക്കുന്നുണ്ട്. അത് അവരുടെ എഫേർട്ട് കൊണ്ടാണ്. പിന്നെ അവരുടെ ഹസ്ബൻഡിന് പോലീസിലോ മറ്റുള്ള എവിടെയോ എന്തൊരു ജോലിയൊക്കെ ഉണ്ടെന്നാണ് അറിയുന്നത്. അത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥനൊക്കെയാണ്. ആ ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെ വൈഫിന് ഈ വ്ളോഗ് ചെയ്തുകൂടാ എന്നുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇവിടുത്തെ പ്രശ്നം, അവർ റീസെൻ്റ്ലി കുറേ അധികം കോസ്മെറ്റിക് പ്രോഡക്ട്സ്, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ഒരുപാട് ഈ മുഖത്ത് പൂശുന്ന ചായം പോലുള്ള സാധനം, എനിക്കിതിനെക്കുറിച്ച് അധികം പേരുകളൊന്നും അറിയാത്തതുകൊണ്ട് തന്നെ ഇനി ചിലരും പറയും നിങ്ങളിത് പഠിച്ചിട്ട് ചെയ്യേണ്ടത്. എനിക്കിത് പഠിക്കേണ്ട കാര്യമില്ല. കാരണം എൻ്റെ മുഖത്ത് ഞാൻ ഈ സാധനം യൂസ് ചെയ്യാത്തടത്തോളം കാലം, എനിക്കിതിൻ്റെ ആവശ്യമില്ലാത്തടത്തോളം കാലം ഞാൻ പഠിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇത് അറിയുന്ന ആൾക്കാർ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ, നിങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവർ ഉപയോഗിച്ച കുറേ അധികം പ്രോഡക്റ്റുകൾ റാൻഡമായിട്ട് വീണ്ടും പ്രൊമോഷൻസ് ചെയ്യുന്നു. ഈ പ്രൊമോഷൻസ് എന്ന് പറയുന്ന സാധനം എൻ്റെ ഇൻബോക്സ് എടുത്തു കഴിഞ്ഞാൽ, എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത്, എൻ്റെ മെയിലിനകത്തൊക്കെ ഒത്തിരി വന്നിട്ടുണ്ട്. ഞാൻ വലിയ ആളായിട്ടൊന്നുമല്ല, ഇവർ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും, നമുക്ക് നല്ല പൈസയും തരും. പക്ഷേ നമ്മൾ ചെയ്യുന്ന സാധനം നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് പണി കിട്ടും എന്നുള്ളതാണ്. സോ അതുകൊണ്ട് സൗന്ദര്യവർദ്ധകവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഇഷ്ടം പോലെ പൈസ കിട്ടും. ആ പൈസ ലക്ഷക്കണക്കിന് രൂപ വാങ്ങിക്കൊണ്ട് സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കുന്നൊരു പരിപാടി നിങ്ങൾ കൂട്ട് നിൽക്കുമോ? ഇതാണ് ഇവരോട് കുറേ അധികം ആൾക്കാർ ചോദിക്കുന്നത്. അപ്പോൾ ഇവർ അതിനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു ലൈവ് വന്നിരുന്നു. ആ ലൈവ് ജസ്റ്റ് അതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രം നിങ്ങൾക്ക് കാണാം. ഹസ്ബൻഡിന് എന്താ ജോബ്? ഹസ്ബൻഡിന്റെ ജോബ് ഗവൺമെന്റ് ജോലിയാണ്. ചേച്ചി യൂട്യൂബ് ചേച്ചിയെ കുറിച്ച് എന്തോ നെഗറ്റീവ് അടിക്കുന്നുണ്ട്. അടിക്കട്ടെ, നന്നായിട്ട് അടിക്കട്ടെ. എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യും, ഇനിയും ചെയ്യും. പറയുന്നവരവിടെ പറയുക. നിങ്ങൾക്ക് ആർക്കും ദോഷം വരുന്ന ഒരു കാര്യം ഞാൻ ചെയ്യില്ല, അത്രേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്കാർക്കും ശരിയല്ല, ദോഷം വരുന്നൊരു കാര്യം ചെയ്യത്തില്ല എന്ന് പറയുന്ന അവരുടെ ആ ഒരു കഴിഞ്ഞ ദിവസത്തെ ലൈവ്, ഈ ഒരു ലൈവ് വരാനുള്ള റീസൺ തന്നെ ഈ സോഷ്യൽ മീഡിയക്കകത്ത് ഈ ഉണ്ടായ ഒരു വിഷയം, ഇവരെ കുറിച്ചുള്ള വിഷയം കാരണമാണ്. ഇനി ഇവരെക്കുറിച്ച് ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സംസാരിച്ചു. ഇവർ സമൂഹത്തിനോ അല്ലെങ്കിൽ പ്രേക്ഷകർക്കോ ദോഷമുണ്ടാകുന്ന ഒരു സംഭവം ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ വെല്ലുവിളിക്കുന്നു. സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങളാണ് ഫ്രണ്ട് ആപ്പ് എന്ന് പറയുന്ന ആപ്പ് പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ അടക്കമുള്ള ആൾക്കാർ അതിനെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നിങ്ങളത് റിമൂവ് ചെയ്തു അല്ലേ? ഫ്രണ്ട് ആപ്പിലൂടെ നിങ്ങൾ ഓരോരോ മെനു എന്തൊക്കെ ഡിഷുകളോ ഒക്കെ ഫ്രണ്ട് ആപ്പ് വഴി ഉള്ള സുഹൃത്തുക്കൾ വഴിയാണ് പറഞ്ഞു തരുന്നത് പറഞ്ഞാൽ വളരെ പച്ചയായിട്ടുള്ള കള്ളം നിങ്ങളെ പ്രേക്ഷകരെ അഥവാ നിങ്ങളുടെ ഫാൻസ് എന്ന് പറഞ്ഞ ആൾക്കാരിവിടെ ഉണ്ടെങ്കിൽ നിങ്ങളോട് കേൾക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ അങ്ങനെ നിങ്ങളുടെ മുമ്പിലേക്ക് തന്നെ പറഞ്ഞൊരു വ്യക്തിയാണ് ഇദ്ദേഹം. ഇതില്ല എന്ന് ഇദ്ദേഹം പറയട്ടെ. ഫ്രണ്ട് ആപ്പ് ഇദ്ദേഹം പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് ചർച്ചയും മറ്റുള്ള പ്രശ്നങ്ങളും ഒരുപാട് പേർക്ക് അഫക്റ്റഡ് ആയിട്ടുള്ള കാര്യം വന്നതിന് ശേഷം മാത്രം അതിന് പിന്നോട്ട് പോയി ലക്ഷക്കണക്കിന് രൂപ വാങ്ങിച്ചിട്ടൊക്കെയാണ് ഇത് പലരും പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത്. ഇവർ എത്ര രൂപ വാങ്ങിച്ചിട്ടുള്ളതെന്ന് എനിക്കറിയത്തില്ല. എനിവേ, എന്തായിരുന്നാലും അത് ചെയ്തിട്ടുള്ള ഒരാൾ ഇങ്ങനൊരു കാര്യം, ഞാൻ നിങ്ങൾക്ക് ദോഷമുള്ളൊരു കാര്യം ചെയ്യത്തില്ല എന്ന് പറയുന്നത് വെറും പൊള്ളയ ഒരു കാര്യമാണ്. മൈ വേ ബൈ കല്യാണിയോട് എനിക്ക് യാതൊരു വ്യക്തിപരമായ സംഭവമൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ ഈ ഒരു കോണ്ടക്സ്റ്റിൻ്റെ അകത്ത് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രതിസ്ഥാനത്ത് തന്നെയാണ്. കാരണം നിങ്ങളുടെ ഭർത്താവ് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സമൂഹത്തിനെ തെറ്റായ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഹസ്ബൻഡും ഇടയ്ക്കൊക്കെ വ്ളോഗിലൂടെ വരുന്നതൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ തെറ്റായ ഒരു കാര്യം സമൂഹത്തിലേക്ക് കൊടുക്കുന്ന ഒരു കപ്പിൾ എന്നുള്ള നിലയ്ക്ക്
ഒരു ഗവൺമെന്റ് സർവന്റ് സാലറി വാങ്ങുന്നത് എങ്ങനെയാണ്? നമ്മളെപ്പോലുള്ള സാധാരണക്കാരായിട്ട് കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്നും ഒരു വിഹിതം നിങ്ങളെപ്പോലുള്ള ഹസ്ബൻഡിനെ പോലുള്ള ആൾക്കാർ ഒരുപാട് ജോലി ചെയ്യുന്ന നല്ലവരായിട്ടുള്ള ആൾക്കാർക്ക് കിട്ടുന്നു. ആ ഒരു സംഭവം വാങ്ങുകയും അതോടൊപ്പം തന്നെ സമൂഹത്തിനെ തെറ്റായ രീതിയിൽ തന്റെ പങ്കാളി തന്നെ ഈ ഒരു കാര്യം ചെയ്യുന്നതിനെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് പറയാനോ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. എങ്കിൽ ഒരു പൗരൻ എന്നുള്ള നിലയിൽ പൗരബോധമില്ലാത്തൊരു വ്യക്തിയെന്ന് അദ്ദേഹത്തിനെ കുറിച്ച് പറയാതിരിക്കാൻ നിവർത്തിയില്ല, നിർവാഹമില്ല. ഓക്കെ, ഇനി ഇദ്ദേഹത്തിന്റെ പ്രോഡക്റ്റുകളുടെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇദ്ദേഹത്തിന് എന്ത് നോളജാണ് ഇതിനെക്കുറിച്ചുള്ളത്? എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഈ കല്യാണി എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ആധികാരികമായിട്ട് ഒരു പ്രോഡക്റ്റ് കെമിക്കലാണല്ലോ, നിങ്ങളുടെ ഈ മുഖത്ത് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്ന് പറഞ്ഞിട്ട് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വലിയൊരു കുത്തക ഒരു സൃഷ്ടിച്ചിട്ടുള്ള, ഏറ്റവും കൂടുതൽ വലിയൊരു മാർക്കറ്റ് ഷെയർ സൃഷ്ടിച്ചിട്ടുള്ള, ഏറ്റവും കൂടുതൽ ആൾക്കാർ അപകർഷതാബോധത്തിന്റെ ഇടയിലേക്ക് കൊണ്ടുവിടുന്ന, ഡിസ്ക്രിമിനേഷന്റെ ലെവലിലേക്ക് തരം താഴ്ത്തിക്കൊണ്ട് മാറുന്ന ഈ തരത്തിലുള്ള സംഭവങ്ങൾ ഒരു കല്യാണ വീട്ടിലേക്ക് പോയാൽ, ഒരു ചടങ്ങുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ മുഖത്ത് കാണുന്നത് ഈ ഒരു സംഭവമാണ്. പലരും കോൺഫിഡൻസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ചിലരാണെങ്കിലും ചില മുഖത്തുള്ള പാടുകളോ കുരുക്കളോ ഒക്കെ മാറാൻ വേണ്ടിയിട്ടോ ചിലപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ താല്പര്യങ്ങൾ കൊണ്ട് ചെയ്യുന്ന ഒരു വ്യക്തിപരമാണ്, തീർത്തും വ്യക്തിപരമാണ്. ഞാൻ ആർക്കും കുറ്റം പറയാൻ പറ്റത്തില്ല, ഞാൻ കുറ്റം പറയുന്നതേ ഇല്ല. പക്ഷേ എങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്ന സാധനം, ഇപ്പം നിങ്ങൾ ഇന്ന് ഇദ്ദേഹം ഈ കല്യാണി എന്ന് പറയുന്ന അദ്ദേഹം ഒരു പ്രോഡക്റ്റ് ഇന്ന് നിങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സാധനം പർട്ടിക്കുലർ ഇത് മുഖത്ത് ഉപയോഗിക്കുന്ന തന്നെ ആയിരിക്കാം. ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് അദ്ദേഹം ഇതേ സാധനത്തിന്റെ മറ്റൊരു കമ്പനിയുടെ സാധനം നിങ്ങളുടെ മുമ്പിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടുത്തെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ പ്രൊമോട്ട് ചെയ്യുന്ന, കോസ്മെറ്റിക് പ്രോഡക്ട്സ് പ്രൊമോട്ട് ചെയ്യുന്ന ഈ ബ്യൂട്ടി വ്ളോഗേഴ്സ് എന്ന് പറയുന്നത്, ബ്യൂട്ടി വ്ളോഗിങ് എന്ന് പറയുന്ന സാധനം തന്നെ ശരിയായിട്ടുള്ള പരിപാടിയാണ്. ബ്യൂട്ടി എന്താണ്? ബ്യൂട്ടി നിറം എന്നുള്ള സംഭവത്തിനാണോ സൗന്ദര്യം എന്നുള്ള ഉദ്ദേശിക്കുന്നത്? എന്താണ് ഈ സൗന്ദര്യം? ഞാൻ അതാണ് തുടക്കത്തിൽ എല്ലാവരോടും ചോദിച്ചത്. സൗന്ദര്യം എന്നുള്ള സൗന്ദര്യത്തിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് വ്ളോഗിങ് എന്നുള്ള സംഭവമാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഈ പറയുന്ന ആൾക്കാർക്ക് എവിടെ നിന്നാണ് ഇതിൻ്റെ ഈ കെമിക്കൽ റിയാക്ഷൻ? അത് പലതരത്തിലുള്ള സ്കിൻ ടോണുകൾക്കും പലതരത്തിലുള്ള ശാരീരിക ഘടനയുള്ളവർക്കും പല തരത്തിലുള്ള സാഹചര്യങ്ങളിലുള്ള ആൾക്കാർക്കും ഇത് വാങ്ങാൻ പറ്റുന്നവരുണ്ട്, വാങ്ങാൻ പറ്റാത്തവരുണ്ട്, സാമ്പത്തികമായിട്ട് മുന്നോക്കം പിന്നോക്കം നിൽക്കുന്ന എല്ലാ തരത്തിലുള്ള ആൾക്കാരുണ്ട്. അവരുടെ മുമ്പിലേക്ക് ഇങ്ങനെ സാധനം ഇങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ സീരിയലുകൾ, ടിവിയിൽ കാണുന്ന പ്രൊമോഷൻസ് കാട്ടിലും ഇത്തരം ആൾക്കാർ വളരെയധികം കുടുംബ പ്രേക്ഷകരെ കയ്യിലെടുത്ത് വെച്ചേക്കുമ്പോൾ അവർ പറയുന്ന കാര്യം പൊള്ളയായിട്ട് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ജനത അവരിത് വന്ന് വാങ്ങി ഉപയോഗിക്കും. അവർക്ക് കെമിക്കൽ റിയാക്ഷൻസ് പലതരത്തിലേക്ക് ബോഡിയിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു ഇഞ്ചക്ഷൻ, ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയത്ത് പോലും അതിന് മുമ്പ് അതിന് എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടാവും എന്നുള്ള കാര്യം അതിന് മുമ്പ് ടെസ്റ്റ് ഡോസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും, ഒരു ചെറുതായിട്ടൊക്കെ കയ്യിലൊക്കെ വെച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ആ ഒരു അലർജിയോ മറ്റുള്ള കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ചെയ്യത്തില്ല. അപ്പോൾ പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ കല്യാണിയെ പോലുള്ള ആൾക്കാർ നിങ്ങൾ ഈ പറയുന്ന സൗന്ദര്യവർദ്ധക, നിങ്ങളിപ്പോൾ ഡ്രസ്സ് മെറ്റീരിയൽസ് ഒക്കെ വയ്ക്കുന്നു, ഇത് ആർക്കും ദോഷമില്ല, ഒരു പ്രശ്നമില്ല, മറ്റു തരത്തിലുള്ള സംഭവങ്ങൾ ഒക്കെ. പക്ഷേ ഇതല്ല, ഇത് കെമിക്കൽസ് ആണ്. ഇതിൻ്റെ ആക്ഷൻസ് എന്താണ്? ഞാൻ ഫാർമ ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഞങ്ങൾക്ക് ഈവൻ പാരസെറ്റമോൾ പോലും അതിനെക്കുറിച്ച് തന്നെ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് വരുന്ന MD ഒക്കെ കഴിഞ്ഞിട്ടുള്ള വലിയ വലിയ ഡോക്ടേഴ്സാണ്. അവർ വന്ന് നമുക്ക് പറഞ്ഞു തരും ഇതിൻ്റെ സംഭവങ്ങളാണ്, ഇതിൻ്റെ കൈനറ്റിക്സ്, ഡൈനാമിക്സ് എന്തൊക്കെയാണ്, ഒരു പ്രോഡക്റ്റ് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെയാണ് പിന്നെ സംഭവിക്കുന്നത്, കിഡ്നിക്ക് എന്ത് സംഭവിക്കുന്നു, അതിൻ്റെ എല്ലാ ഈച്ച് ആൻഡ് എവറിത്തിങ് നമ്മളൊരു ചെറിയൊരു മോളിക്യൂൾ പബ്ലിക്കിലേക്ക് ഇറക്കുമ്പോൾ ആ ഒരു കമ്പനി നമുക്ക് പഠിപ്പിച്ചു തരും. അപ്പം മനസ്സിലാക്കണം, നിങ്ങൾക്ക് ഇതിൻ്റെ എവിടെയെങ്കിലും ഒരു എഡ്യൂക്കേഷൻ സംഭവം കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾക്ക് എന്ത് അടിസ്ഥാനത്തിലാണ്, എന്ത് എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കെമിക്കൽസ് പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കിട്ടിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങളുടെ വ്യക്തിത്വത്തിനെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ ബോധിപ്പിക്കേണ്ടതല്ലേ? ഇത് ചെയ്യുന്നത് ശരിയാണോ? ഒരു വ്യക്തി, ഒരു ചാനൽ, അവരതിനകത്തൊരു വീഡിയോ ഇവരെ കുറിച്ച് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെറിയൊരു ഭാഗം നിങ്ങൾ കാണിച്ചു തരാം. ഇവരുടെ മനസ്സിൽ ഒരിക്കലും നിങ്ങളുടെ സ്കിൻ നല്ലതാണെന്നോ നിങ്ങളുടെ സ്കിൻ ചീത്തയായി പോകും, അയ്യോ ഇവരുടെ പൈസ പോകുമെന്നോ ഇവർ ചിന്തിക്കുന്നതേ ഇല്ല. ഇവരുടെ ഒറ്റ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പൈസ വേണം. അതായത് ആ പ്രോഡക്ട്സ് പ്രൊമോഷൻ കൊടുക്കുന്ന ഡീലേഴ്സ് ഇവർക്ക് നല്ലൊരു എമൗണ്ട് കൊടുക്കും, ആ പൈസ വേണം. മാത്രമല്ല ആ ഒരു പ്രൊമോഷൻ വീഡിയോ ഇവരുടെ ചാനൽ ഇട്ട് കഴിഞ്ഞാൽ ഇവർക്ക് വ്യൂസ് കിട്ടണം, അത്രയേ ഉള്ളൂ. അല്ലാതെ ഈ ഒരു പ്രോഡക്റ്റ് ആരെങ്കിലും വാങ്ങിക്കണമെന്നോ വാങ്ങിച്ചിട്ട് ആരെങ്കിലും വെളുക്കണമെന്നോ കുടുംബം വെളുക്കണമെന്നോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ ഇവർക്ക് എന്തെങ്കിലും ഒന്നും അവർക്ക് ചിന്തയില്ല. അപ്പോൾ വ്യക്തം. അതെ, ഒരു വളരെ ഡയറക്റ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ കല്യാണിയോട് ചോദിക്കുകയാണ്. നിങ്ങളുടെ പ്രോഡക്റ്റ്, നിങ്ങൾ ഈ പ്രൊമോട്ട് ചെയ്ത പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് എന്തെങ്കിലും തരത്തിലുള്ള മുഖത്ത് സ്കിന്നിന് എന്തെങ്കിലും തരത്തിലുള്ള, കാരണം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയയാണ് മുഖം, നമുക്കറിയാം. ചില സമയങ്ങളിലെങ്കിൽ നമുക്കൊരു ഇച്ചിങ് സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവിടെ വല്ലാതെ ആവും. ചില ആൾക്കാരുടെയൊക്കെ മുഖത്ത് പിമ്പിൾസ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ്. ചില ആൾക്കാരുടെ മുഖത്ത് അലർജി കാരണം മറ്റു ഒരു സാധനം തൊടാൻ വേണ്ടിയിട്ട് പോലും പറ്റാത്തൊരു കാര്യം കാണാം. ഈ ലോകകോടീശ്വരന്മാരുടെ പട്ടികയിൽ നിൽക്കുന്ന റിലയൻസിന്റെ അംബാനിയുടെ, അഥവാ നമ്മുടെ ജിയോയുടെ തലപ്പത്ത് നിൽക്കുന്ന വമ്പനായിട്ടുള്ള അംബാനിയുടെ മകളുടെ ഒരു ഇന്റർവ്യൂ ഞാൻ കാണാനിടയായിട്ടുണ്ട്. അവരതിനകത്ത് പറയുന്നത് ഇന്നേ വരെ അവർക്ക് തന്നെ കോസ്മെറ്റിക് കമ്പനികളുടെ ഇഷ്ടം പോലെ ഉണ്ടാവും, അവരിന്നേ വരെ അവരുടെ മുഖത്ത് ഒരു തരത്തിലുള്ള ഒരു കോസ്മെറ്റിക് പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, തുടക്കത്തിൽ ചോദിച്ച ചോദ്യം, നിങ്ങളുടെ സൗന്ദര്യം എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ വളരെയധികം കൺസേൺ ആണോ?
അതല്ല, എന്തിനാണ് നിങ്ങൾ ഇത് ഉപയോഗിക്കുന്നത്? സത്യം പറഞ്ഞാൽ എനിക്കൊന്ന് പറഞ്ഞു തരണം. കാരണം ഇപ്പോൾ എനിക്കറിയാത്തൊരു കാര്യമാണെങ്കിൽ എനിക്കത് പഠിക്കാൻ പറ്റും. ഇതെന്തിനാണ് ഇവരെല്ലാം, ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്തിനാണ് ഈ മുഖത്ത് ഈ സംഭവങ്ങളൊക്കെ വാരി വിതറുന്നത്? പണ്ടൊരു എന്താണ് ഫെയർ ആൻഡ് ലവ്ലി മാത്രമാണ്, ഫെയർ എന്നുള്ള സംഭവമാണ് അതിൽ ഉദ്ദേശിക്കുന്ന ഒരു പേര്. അത് തന്നെ വിവാദമായി പിൽക്കാലത്ത്. അപ്പോൾ ഫെയർ എന്നുള്ള സംഭവം എന്ന് വെച്ചാൽ വെളുപ്പ് അല്ലെങ്കിൽ നിറം, സൗന്ദര്യം എന്ന് പറഞ്ഞ സാധനം കളറിലേക്ക് മാറി. അപ്പോൾ അത് സൗന്ദര്യം, അത് മാറി, ആ പേര് തന്നെ മാറി. പിന്നെ അതിൻ്റെ വേറെന്ത് പേരൊക്കെ മാറ്റി. അതിനുശേഷം നമ്മൾ നോക്കുമ്പോൾ ഇവിടെ 150 കണക്കിന്, 1000 കണക്കിന്, 10,000 കണക്കിന് കമ്പനികൾ പോരാത്തത് ഇതുപോലുള്ള ആൾക്കാരെ വെച്ചിട്ട് പ്രൊമോട്ട് ചെയ്യിപ്പിക്കുന്ന വേറെ കമ്പനികളും നല്ല പ്രോഡക്റ്റുകളാണെന്ന് ഇവർ പറയുകയും ചെയ്യും, ഇതുപോലെ ആൾക്കാരെ കൊണ്ട് പ്രൊമോട്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യും. ഇവർക്കൊന്നും അറിയത്തുമില്ല, ഇഷ്ടം പോലെ പൈസ കിട്ടുന്നതുകൊണ്ട് ഇവർ തോന്നിയതുപോലെ വായിത്തൊന്ന് പറയുകയും ചെയ്യും. എന്നാൽ എന്തെങ്കിലും തരത്തിലൊരു കസ്റ്റമറിന് ഒരു ബുദ്ധിമുട്ട് വന്നാൽ, അഥവാ വ്യൂവറിന് ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഇവരതിന് റെസ്പോൺസിബിൾ ആണോ? അതിന് ഉത്തരം പറയുമോ? ഉത്തരവാദിത്തപ്പെട്ട ആ ഒരു ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കാം എന്ന് പറയുമോ? അതിനുള്ള ചെലവുകൾ വഹിക്കുമോ? അവർക്ക് നഷ്ടപരിഹാരം നിങ്ങൾ കൊടുക്കുമോ? അശ്വതി മലയാളം അല്ലെ, അതിനകത്ത് അശ്വതി, അതുപോലെ ശരണ്യ നന്ദകുമാർ, ഇവർക്ക് ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇവർക്ക് വ്യക്തമായിട്ട് അറിയാം. ശരണ്യ നന്ദകുമാറിനെ കുറിച്ച് പറയുന്നത് നല്ലൊരു ഫാഷൻ ഡിസൈനറാണ്. ആ കുട്ടി എന്ത് പ്രോഡക്റ്റാണ് പറയുന്നത് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയാണ്, കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. മനസ്സിലായില്ലേ? അതുപോലെ ബ്ലഷ് വിത്ത് ആഷ്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ കണ്ട് 2-3 മാസങ്ങൾക്ക് മുന്നേ, അതിൽ വ്യക്തമായി പറഞ്ഞു ഞാൻ ഒരു സർട്ടിഫൈഡ് മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അപ്പോൾ പുള്ളിക്കാരത്തേക്ക് അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ആഴത്തിൽ വിവരമുണ്ട്. അതുപോലെ അശ്വതി മലയാളം അല്ലെ, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായി അറിയാം. ഓരോന്നിന്റെയും മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് അശ്വതി മലയാളം നമുക്ക് പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്കൊക്കെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ ധാരണയുണ്ട്. ഇവരുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്തൊക്കെ ഗുണങ്ങൾ ദോഷങ്ങൾ സംഭവിക്കും എന്നുള്ള ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച വിഷയം തന്നെയാണ് ഇവർ ബി ജെന്യൂൻ എന്നുള്ള ചാനലിനകത്ത് അവർ പറയുന്നത്. ഓക്കെ, അതിനകത്ത് വ്യക്തമായി പറഞ്ഞ കാര്യം എന്താ? ഓരോ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുമ്പോൾ അത് ഇന്ന വ്യക്തികൾക്ക് ഉപയോഗിക്കാം, ഇന്നത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇന്ന പ്രശ്നങ്ങളുണ്ടാകും, ഇന്ന ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേറെ പ്രശ്നമില്ല എന്നതടക്കം പറയുന്നു. അതിനകത്ത് കുറച്ചധികം പേര് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അധികം അറിയത്തില്ല. ശരണ്യ നന്ദകുമാർ ഞാൻ കണ്ടിട്ടുണ്ട്, അവരുടെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്നത് തന്നെയാണ്. പിന്നെ ബാക്കിയുള്ളവരുടെ പേര് എനിക്ക് അധികം അറിയത്തില്ല. പിന്നെ ഗ്ലാമികയൊക്കെ അറിയാം, എന്ന് വെച്ചാൽ അറിയാം മീൻസ് കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് അറിയത്തില്ല ഇവർക്ക് ഇതിൻ്റെ അടിത്തറ എന്താണെന്ന് അറിയത്തില്ല. ഇത് സ്വന്തമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുന്നതാണോ, അതോ അതിൻ്റെ കെമിക്കൽസിൻ്റെ എന്തൊക്കെ സൈഡ് എഫക്റ്റ് ആ കെമിക്കൽ കാരണം ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകത്തില്ല എന്നുള്ളത് പറയാൻ ഇവർക്കൊക്കെ അറിയാമോ? അതിൻ്റെ ഒരു എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഇവർക്കുണ്ടോ എന്നുള്ള അറിയത്തില്ല. കാരണം നമ്മുടെ മുഖത്ത്, നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും ഒരു വിഷയം വളരെ ഗുരുതരമായി കഴിഞ്ഞാൽ നിങ്ങൾ ആരുടെ അടുത്താണ് പോകുന്നത്? ഒരു ഡോക്ടറെ അടുത്താണ് പോകുന്നത്. അതേ സമയത്ത് എന്തുകൊണ്ട് അങ്ങനെയുള്ള ഡോക്ടേഴ്സ് ഇവിടെ ഉണ്ട്? അവരുടെ അടുത്ത് പോയിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഏറ്റവും വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പാർട്ടിൽ ഉപയോഗിക്കുന്ന ഒരു സാധനം ഒരു ഡോക്ടറിന്റെ അഡ്വൈസോടുകൂടി അല്ല ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷനിലൂടെ വാങ്ങാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല? ഇതൊരു വലിയ ചോദ്യമല്ലേ? അവർക്കുണ്ട്. കാരണം അവരുടെ ഈ ചാനൽ അല്ലെങ്കിൽ അവരുടെ ജോലിയുടെ തുടക്കം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇവരൊക്കെ ഈ ഫാഷൻ ഡിസൈനേഴ്സ് ആയിട്ടും അല്ലെങ്കിൽ ബ്യൂട്ടി ബ്ലോഗേഴ്സ് ആയിട്ട് തന്നെയാണ് തുടങ്ങിയിരിക്കുന്നത്. പക്ഷേ ഈ കല്യാണി പോലുള്ള ആളുകൾ തുടക്കത്തിൽ എന്തായിരുന്നു ചെയ്തിരുന്നത്? ഈ ചോറുണ്ടാക്കുക, കറി ഉണ്ടാക്കുക. പക്ഷേ പിന്നീട് ഈ കുറച്ച് നാളായിട്ടേ ഉള്ളൂ ഈ ബ്യൂട്ടി ബ്ലോഗർ എന്ന രീതിയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇവരറിയാതെ ഇവർക്ക് വന്നൊരു മാറ്റം ആയതുകൊണ്ട് ഇവരുടെ തലയിൽ ഈ പേയ്മെന്റ് കൊടുത്തിട്ട് നിങ്ങൾ ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് ആ ഒരു പൊസിഷൻ ഇവർക്ക് കൊടുക്കുന്നതായതുകൊണ്ട് ഇവർക്ക് ഇതിനെക്കുറിച്ച് ABCD അറിയത്തില്ല. നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഇവരുടെ വീഡിയോ ജസ്റ്റ് കാണുക, അല്ലാതെ നിങ്ങൾ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുന്നു അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഞാനാണെങ്കിൽ പറയുന്ന പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങിക്കരുത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാലേ ഫെയർ ആൻഡ് ലവ്ലി എന്നൊരു ഒറ്റ ക്രീം മാത്രമേ ഉണ്ടായിരുന്നു. ഇപ്പോൾ നേരത്തെ പറഞ്ഞൊരു കാര്യം റെലവൻറ്റ് പോയിന്റാണ്. അതായത് മറ്റുള്ളവരെല്ലാം ബ്യൂട്ടി വ്ളോഗർ എന്ന് വെച്ചാൽ ആ ഒരു സെഗ്മെന്റിൽ തന്നെയാണ് അവർ വന്നത് നിൽക്കുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് വ്യൂവർഷിപ്പ് ഉണ്ട്, അവർക്ക് കൂടുതൽ ആൾക്കാർ അവർ കാണുന്നു. അങ്ങനെ വരുന്ന സമയത്ത് ഇവരിലേക്ക് ആൾക്കാർ ഈ മറ്റേ എന്താണ് കമ്പനിക്കാരന്മാർ കണ്ടിട്ട് നല്ല പൈസ ഓഫർ ചെയ്യും. അപ്പോൾ ഇവർക്ക് പൈസ മതി, കാരണം അവർ മറ്റേ ഫ്രണ്ട് ആപ്പൊക്കെ പ്രൊമോട്ട് ചെയ്ത ടീമാണ്. അപ്പോൾ പൈസ മതി. അപ്പം എന്ന് വെച്ചാൽ ഭർത്താവ് ഗവൺമെന്റ് സർവൻറ്റുമാണ്, ലക്ഷക്കണക്കിന് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നു. അതിന് പുറമെയാണ് ഈ പറഞ്ഞ പ്രൊമോഷൻ. അപ്പോൾ എത്രമാത്രം പൈസ ഉണ്ടാക്കട്ടെ, അവരത് അവരുടെ വ്യക്തിപരമായ കാര്യം. പക്ഷേ അത്രയും ഉണ്ടാക്കിയിട്ടും ആർത്തി പാടുണ്ടോ? അതാണ് എൻ്റെ ചോദ്യം. അതല്ല, അറ്റ്ലീസ്റ്റ് ആ പറയുന്ന ഒരു കാര്യത്തിൻ്റെ അകത്ത് ആ ആൾക്കാർക്ക് അത് എങ്ങനെയൊക്കെ ഉപകാരപ്പെടും, അതോടൊപ്പം തന്നെ എന്തൊക്കെ തരത്തിൽ ദോഷമുണ്ടാവും എന്നുള്ളൊരു കാര്യം മറ്റുള്ള ഈ ഇൻഫ്ലുവൻസേഴ്സിനെ പോലെ പറയാൻ കഴിയാത്ത ഒരാൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഇത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്? അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് ലക്ഷക്കണക്കിന് രൂപയോ അവർ തരുന്ന വമ്പൻ വാഗ്ദാനങ്ങൾ വലിയ പൈസയും വെച്ചിട്ട് ഞാനിത് ഉപയോഗിച്ചു എനിക്ക് കൊള്ളാം, എന്നിട്ട് അടുത്ത ഒരാഴ്ച ഇന്നിപ്പോൾ ഒരു ക്രീം, ഒരു ഫെയർനെസ് ക്രീമോ മറ്റുള്ള ക്രീം എന്തെങ്കിലും ഒരു സാധനം ആയിക്കോട്ടെ, എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ല, ഇപ്പോഴും പറയുന്നു, ഇന്നൊരു സാധനം ഉപയോഗിച്ചു, ഇവർ കാണിച്ചു തരും, നിങ്ങളത് വാങ്ങുമെന്ന് പറയുന്നു. അടുത്ത 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇതേ വേറൊരു ബ്രാൻഡ് ആ സംഭവം ഇത് നല്ലതാണ് കേട്ടോ, ഇത് നല്ലതാണ് എന്ന് പറയും. ഇങ്ങനെ ഒരു 10 എണ്ണം ഒരേ സാധനം തന്നെ 10 പാക്കറ്റ് വരുന്ന 10 കമ്പനികളുടെ സാധനം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വ്യക്തി അത് നിങ്ങളുടെ മുമ്പിലേക്ക് തരുന്ന സംഭവം എന്താ? എന്ത് മെസ്സേജാണ് തരുന്നത്? അവർ ഓരോ സമയത്ത് മാറ്റിക്കൊണ്ടിരിക്കുന്നു. കാരണം അവർക്ക് പൈസ കിട്ടുന്നതിനനുസരിച്ച് പുതിയ കമ്പനിയുടെ പുതിയ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതൊരു റെസ്പോൺസിബിലിറ്റിയാണോ? ഇറസ്പോൺസിബിളായിട്ട് തോന്നിയ കാര്യങ്ങളെല്ലാം മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുകയും അവരുടെ അടുത്ത് ചിരിച്ചും സംസാരിച്ചും വളരെ ജെന്യൂനാണ് തോന്നിപ്പിക്കുന്ന നിന്നുകൊണ്ട് അവർ ഇത് വാങ്ങി ഉപയോഗിക്കുകയും ചെയ്തിട്ട് അവർ ആരെങ്കിലും കുറ്റം പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അവസാനം പറയുന്നവർ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ന്യായമുണ്ടോ?
ഓയിലി സ്കിൻ ഉള്ളവർക്കും നോർമൽ സ്കിൻ ഉള്ളവർക്കും ഡ്രൈ സ്കിൻ ഉള്ളവർക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഈ സൈഡ് എഫക്ട് ഉണ്ടാവുക എന്ന് പറഞ്ഞ 1% മറ്റേ ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. മനുഷ്യന്മാരെക്കാൾ കൂടുതൽ പ്രോഡക്ട്സ് ആണ്, ഭയങ്കരമായി കെമിക്കൽസ് ആഡ് ചെയ്തിട്ടുള്ള ഓരോ പ്രോഡക്ട്സ് ആണ്. ഓരോരുത്തരുടെ സ്കിൻ ടോണിന് സ്യൂട്ട് ആവുന്ന പ്രോഡക്ട്സ് നിങ്ങൾ തിരഞ്ഞെടുത്ത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം വാങ്ങിക്കുക എന്നതാണ് ശരിയായുള്ള കാര്യം. മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട്. സെറ്റാഫിൽ പോലുള്ള കാര്യങ്ങൾ അതൊക്കെ മെഡിക്കേറ്റഡ് ആണ്. അല്ലാതെ ഒരുപാട് പ്രോഡക്ട്സ് നിങ്ങൾക്ക് ഒരു നല്ല ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാം. അത് പക്ഷേ ഇതുപോലെയുള്ള ശരിക്കും അതെ, ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് വാങ്ങണം. അതുമല്ല ഇത് കോസ്മെറ്റിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെ കണ്ടു വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളുടെ മുഖം അത് എങ്ങനെ ഇരിക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കൂ. അതിലൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല. ചിലരൊക്കെ പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ട് ഇപ്പം ഫേസിൻ്റെ അകത്തൊക്കെ ഒരുപാട് ആർട്ടിഫിഷ്യാലിറ്റീസ് കൊണ്ടുവരാറുണ്ട്. നമ്മൾ പ്രായം കൂടുന്നത് അറിയാൻ പാടില്ല, ചർമ്മത്തിലിരുന്ന് മാറ്റങ്ങൾ കാണാൻ പാടില്ല, അങ്ങനെ പലതരത്തിൽ ആൾക്കാർ ഇങ്ങനെ പലതും ചെയ്യുന്നുണ്ട്. അതൊക്കെ വ്യക്തിപരമാണ്, ഞാൻ അതിനെ കുറ്റപ്പെടുന്നില്ല. എങ്കിലും ഈ അറിവില്ലായ്മ പ്രചരിപ്പിച്ചുകൊണ്ട്, അറിവില്ലാത്ത സാധനങ്ങൾ അറിവില്ലായ്മ കൊണ്ട് പ്രചരിപ്പിച്ചുകൊണ്ട് സമൂഹത്തിന് തെറ്റായ ഒരു സന്ദേശം കൊടുക്കുന്ന ഒരു കാര്യത്തിനെ ന്യായീകരിക്കാൻ പറ്റത്തില്ല, അംഗീകരിക്കാനും പറ്റത്തില്ല. അതർവൈസ് ഈ നമ്മുടെ കല്യാണിയുടെ വ്ളോഗിങ് സ്റ്റൈലും അവരുടെ വ്ളോഗിങ് ഒക്കെ അടിപൊളിയാണ്. നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ കപ്പാസിറ്റിക്കും നിങ്ങളുടെ അറിവിനും നിങ്ങളുടെ കഴിവിനുമുള്ള സാധനങ്ങൾ നിങ്ങൾ വിൽക്കൂ, നിങ്ങൾ അതിൽ നിന്ന് സമ്പാദിക്കൂ. പക്ഷേ നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യങ്ങൾ, അറിയാത്ത സാധനങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഈ പാവങ്ങളായിട്ടുള്ള നിങ്ങളെ കാണുന്ന പ്രിയപ്പെട്ട ആ പ്രേക്ഷകരെ പറ്റിക്കാതിരിക്കും, വഞ്ചിക്കാതിരിക്കും. അത്ര എനിക്ക് പറയാനുള്ളൂ. എന്തായാലും എല്ലാ മനുഷ്യരും ജീവിക്കുന്നത് അത്യാവശ്യം ജീവിക്കാൻ പൈസ വേണം എന്ന് പറഞ്ഞിട്ട് പൈസ മാത്രം എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആൾക്കാരൊക്കെ എന്തായിട്ടുണ്ട്, എങ്ങനെയൊക്കെ ആയിട്ടുണ്ടെന്നുള്ള കാര്യം ചരിത്രത്തിലും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനൊന്നുമില്ല. സോ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. എന്താണ് ഈ പറയുന്നത്, ഞാൻ ഒരു കാര്യം പറഞ്ഞതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം, ഈ കല്യാണിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒക്കെ എന്തായാലും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. പ്രത്യേകിച്ച് സൗന്ദര്യത്തിനെ കുറിച്ചുള്ള അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത് ഗൈസ്, ബൈ.